നമസ്കാരം. ലെബനനിലും ഗസയിലും ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചതോടെ വീണ്ടും ചോരക്കളമാകാൻ ഒരുങ്ങുകയാണ് പശ്ചിമേഷ്യ. അമേരിക്കയും ഇന്ത്യയും അടക്കമുള്ള രാജ്യങ്ങൾ പ്രശ്നപരിഹാരത്തിന് ശ്രമിച്ചിട്ടും യാതൊരു കുലുക്കവുമില്ലാതെയാണ് നെതന്യാഹു മുന്നോട്ടു പോകുന്നത്. അതിനിടെ നെതന്യാഹുവിന്റെ വീഡിയോ സന്ദേശം പുറത്തുവന്നത് ലോക നേതാക്കളെയും അമ്പരപ്പിലാക്കിയിരിക്കുകയാണ്. ഇത്രനാൾ കണ്ടുപരിചരിച്ച ശത്രുതയ്ക്ക് വിരുദ്ധമായി ഇറാൻ ജനതയ്ക്ക് വേണ്ടി പ്രത്യേക സന്ദേശമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പുറത്തിറക്കിയിരിക്കുന്നത്. ഇറാൻ ഉടൻ സ്വതന്ത്രമാകുമെന്നും ഇസ്രായേൽ നിങ്ങൾക്കൊപ്പമുണ്ടെന്നും പറഞ്ഞാണ് നെതന്യാഹുവിന്റെ സന്ദേശം. ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രല്ലയുടെ കൊലയ്ക്ക് കണക്ക് തീർക്കുമെന്ന് ഇറാൻ വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് 3 മിനിറ്റോളം നീളുന്ന നെതന്യാഹുവിന്റെ വീഡിയോ ഇസ്രായേൽ പുറത്തുവിട്ടിരിക്കുന്നത്. ഇറാൻ നേതാക്കളെക്കുറിച്ച് ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ സുപ്രധാന നിമിഷത്തിൽ ഒരു മധ്യസ്ഥനും തടസ്സങ്ങളുമില്ലാതെ നിങ്ങളുമായി നേരിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറഞ്ഞാണ് നെതന്യാഹു സംസാരം തുടങ്ങിയത്. തുടർന്ന് ഇറാൻ ഭരണകൂടത്തെ വിമർശിച്ചും ഇസ്രായേൽ വകവരുത്തിയവരുടെ കണക്ക് പറഞ്ഞും ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷകളും പങ്കുവയ്ക്കുന്നുണ്ട്. അടുത്തു തന്നെ നിങ്ങൾ മോചിതരാകുമെന്നും ഇസ്രായേലും ഇറാനും സമാധാനത്തോടെ ഒന്നിച്ചു കഴിയുന്ന കാലം വരുമെന്നും പറഞ്ഞാണ് പ്രസംഗം നടത്തുന്നത്. Your children deserve better. The entire world deserves better. I know you don't support the rapists and murderers of Hamas and Hezbollah, but your leaders do. You deserve more. The people of Iran should know Israel stands with you. May we together know a future of prosperity and peace. ഓരോ ദിവസവും ഭരണകൂടം നിങ്ങളെ കാൽക്കീഴിൽ നിർത്തി. ലെബനനെക്കുറിച്ചും ഗസയെക്കുറിച്ചുമെല്ലാം തീപ്പൊരി പ്രസംഗങ്ങൾ നടത്തുന്നത് നിങ്ങൾ കാണുന്നുണ്ട്. ഓരോ ദിവസവും ഈ ഭരണകൂടം നമ്മുടെ മേഖലയെ കൂടുതൽ ഇരുട്ടിലേക്കും വലിയ യുദ്ധത്തിലേക്കും തള്ളിയിടുകയാണ്. ഓരോ ദിവസവും പാവപ്പെട്ട മനുഷ്യർ ഇല്ലാതാകുന്നുണ്ട്. മുഹമ്മദ് ദൈഫിനോട് ചോദിച്ചു നോക്കൂ, നസ്രല്ലയോട് ചോദിച്ചു നോക്കൂ. പശ്ചിമേഷ്യയിൽ ഇസ്രായേലിന് പ്രാപ്യമല്ലാത്ത ഒരു സ്ഥലവുമില്ല. ഞങ്ങളുടെ ജനങ്ങളെയും രാജ്യത്തെയും സംരക്ഷിക്കാൻ ഞങ്ങൾ പോകാത്ത ഒരിടവുമില്ലെന്നും നെതന്യാഹു പ്രസംഗത്തിൽ പറയുന്നുണ്ട്. ഈ കടന്നുപോകുന്ന ഓരോ നിമിഷവും ഭരണകൂടം നിങ്ങളെ വിശുദ്ധരായ പേർഷ്യൻ ജനതയെ പാതാളത്തിലേക്ക് തള്ളിയിട്ടുകൊണ്ടിരിക്കുകയാണ്. ഭരണകൂടത്തിന് തങ്ങളുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധയുമില്ലെന്ന് ബഹുഭൂരിപക്ഷം ഇറാനിയൻകാർക്കും അറിയാം. അങ്ങനെ ഒരു കരുതലുണ്ടെങ്കിൽ പശ്ചിമേഷ്യയിൽ ഒന്നാകെ യുദ്ധം നടത്താൻ ശതകോടികൾ പാഴാക്കി കളയുമായിരുന്നില്ല. വിദേശത്തെ യുദ്ധങ്ങൾക്കും ആണവായുധങ്ങൾക്കും വേണ്ടി പാഴാക്കി കളഞ്ഞ ആ ശതകോടികൾ ഭരണകൂടം നിങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയും നിങ്ങളുടെ ആരോഗ്യ പരിചരണ രംഗം മെച്ചപ്പെടുത്താനും നിങ്ങളുടെ രാഷ്ട്രത്തിന്റെ അടിസ്ഥാന സൗകര്യത്തിനും നിങ്ങളുടെ മറ്റ് ആവശ്യങ്ങൾക്കും വേണ്ടി ചെലവഴിച്ചിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്ന് സങ്കല്പിച്ചു നോക്കൂ. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളൂ, ഇറാന്റെ സ്വേച്ഛാധിപതികൾക്ക് നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് ഒരു ആലോചനയുമില്ല. എന്നാൽ നിങ്ങൾ അതേക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ഇറാൻ അന്തിമമായി സ്വതന്ത്രമാകുമ്പോൾ കാര്യങ്ങളെല്ലാം മാറും. ആളുകൾ ചിന്തിക്കുന്നതിന് മുമ്പേ വളരെ പെട്ടെന്ന് തന്നെ ഇത് സംഭവിക്കും. നമ്മുടെ 2 പുരാതന ജനതയും ജൂതന്മാരും പേർഷ്യൻ ജനതയും ഒടുവിൽ സമാധാനത്തോടെ കഴിയുന്ന നാൾ വരുമെന്നും നെതന്യാഹു തുടർന്നു. ഇറാനും ഇസ്രായേലും സമാധാനത്തിൽ പുലരുന്ന ദിനവും വരും. ഈ ഭരണകൂടം 5 ഭൂഖണ്ഡങ്ങളിലായി സ്ഥാപിച്ച ഭീകര ശൃംഖലകൾ പാപ്പരായി തകർന്നടിയുന്ന ഒരു ദിവസം വരും. മുമ്പെങ്ങുമില്ലാത്ത വിധം ഇറാൻ അഭിവൃദ്ധിയിലാകും. വിദേശ നിക്ഷേപവും വിപുലമായ ടൂറിസവും വരുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി വീഡിയോ സന്ദേശത്തിൽ പറയുന്നുണ്ട്. ഇറാനിലുള്ള പ്രതിഭകൾ പുത്തൻ സാങ്കേതിക വിദ്യകൾ കൊണ്ടുവരും. ഈ അന്ത്യമില്ലാത്ത ദാരിദ്ര്യത്തിലും അടിച്ചമർത്തലിലും യുദ്ധത്തിലും നല്ലതല്ലേ? ഖും മുതൽ ഇസ്ഫഹാൻ വരെയും ഷിറാസ് മുതൽ തബ്രീസ് വരെയും ദശലക്ഷക്കണക്കിന് നല്ലവരും മാന്യന്മാരുമായ മനുഷ്യർ പാർക്കുന്നുണ്ട്. അവർക്ക് പിന്നിൽ ആയിരക്കണക്കിന് വർഷത്തെ ചരിത്രവുമുണ്ട്. മുന്നിൽ മനോഹരമായ ഭാവിയും. മതഭ്രാന്തന്മാരായ ചെറിയൊരു പൗരോഹിത്യ ഭരണത്തെ നിങ്ങളുടെ സ്വപ്നങ്ങളെയും പ്രതീക്ഷകളെയും തകർക്കാൻ അനുവദിക്കരുത്. നിങ്ങളും നിങ്ങളുടെ മക്കളും ഈ ലോകം മൊത്തം ഇതിലും മികച്ച സാഹചര്യം അർഹിക്കുന്നുണ്ടെന്നും നെതന്യാഹു പറഞ്ഞു. ബലാത്സംഗികളും കൊലയാളികളുമായ ഹമാസിനെയും ഹിസ്ബുള്ളയെയും നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല എന്ന് എനിക്ക് അറിയാമെന്നും നെതന്യാഹു പറഞ്ഞു. എന്നാൽ നിങ്ങളുടെ നേതാക്കൾക്ക് അവരെ ഇഷ്ടമാണ്. നിങ്ങൾ ഇതിലും നല്ലത് അർഹിക്കുന്നുണ്ട്. ഇസ്രായേൽ നിങ്ങളെ പിന്തുണയ്ക്കുന്നുവെന്ന് ഇറാൻ ജനത അറിയണം. ഒന്നിച്ചുള്ള സുഭിക്ഷതയുടെയും സമാധാനത്തിന്റെയും ഭാവി നമുക്കുണ്ടാകട്ടെ എന്ന് പറഞ്ഞാണ് പ്രസംഗം ബെഞ്ചമിൻ നെതന്യാഹു അവസാനിപ്പിച്ചത്.